അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. നൂസിലു ബിൽ മുനാസിബി. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തത് നോക്കാം. യാ ഫായിസു അൻത സഈദുൻ. ഏ ഫായിസെ, നീ വിജയിയാണ്. ഡാഷ് ഖരീബു മിനൽ മസ്ജിദി. പള്ളിയുടെ അടുത്താണ്. അപ്പോൾ അവിടെ ഡാഷ് എന്നുള്ളിടത്ത് എഴുതാനുള്ളത് ബൈത്തുക എന്നുള്ളതാണ്. ബൈത്തുക എന്ന് പറഞ്ഞാൽ നിന്റെ വീട്. കാരണം അവിടെ ബൈത്തുക എന്ന് വരാൻ കാരണം ഫായിസ് എന്നുള്ളത് പുരുഷനായതുകൊണ്ടാണ്, ഒരു ആൺകുട്ടി ആയതുകൊണ്ടാണ് ക എന്ന് വന്നത്. ഇനി സ്ത്രീ ആണെങ്കിൽ അവിടെ എന്താ, കാക്ക് പകരം കി എന്നായിരിക്കും. നിന്റെ എന്നുള്ളത് സ്ത്രീക്ക് പറയുമ്പോൾ അത് കി എന്നാണ്, പുരുഷന് പറയുമ്പോൾ ക എന്നാണ് വരിക. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം. യാ ഫൗസിയ. ഏ ഫൗസിയ. കാരണം ഫൗസിയ എന്നുള്ളത് പെൺകുട്ടിയാണ്, അതുകൊണ്ടാണ് അവിടെ അൻതി എന്ന് വന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും വരിക, ആൺകുട്ടിയാണെങ്കിൽ അൻത. നമ്മൾ മേലെ കണ്ടില്ലേ, ഫായിസു അൻത. ഇവിടെ ഫൗസിയ എന്നുള്ളതൊരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് അവിടെ അൻതി എന്ന് വന്നു. അപ്പം യാ ഫൗസിയ അൻതി. ഏ ഫൗസിയ, നീ ജാലിസത്തുൻ, ഇരിക്കുന്നവളാണ്. കിതാബുക്കി, നിന്റെ കിതാബ്. കണ്ടില്ലേ, അവിടെ ഫൗസിയ ആയതുകൊണ്ടാണ് അവിടെ കി എന്ന് വന്നത്. കിതാബുക്കി, നിന്റെ പുസ്തകം. ഫിൽ ഹഖീബത്തി, എവിടെയാണ്? ഫിൽ ഹഖീബത്തി, ബാഗിലാണ്. ഇനി മൂന്നാമത്തത് അനീസത്തു വ അഫീഫത്തു. അനീസയും അഫീഫയും ത്വാലിബത്താനി, അവർ വിദ്യാർത്ഥിനികളാണ്. ഹുമാ, അവർ രണ്ടുപേരും സ്വദീഖത്താനി, കൂട്ടുകാരികളുമാണ്. അപ്പോൾ അവിടെ ഹുമ എന്നുള്ളതാണ് എടുത്ത് എഴുതാനുള്ളത്. ആ ബ്രാക്കറ്റിൽ നിന്നും ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും, അനീസയും അഫീഫയും. ഇനി നാലാമത്തേത് ഹബീബത്തു ത്വാലിബത്തുൻ ഹിയ മാഹിറത്തുൻ. ബൈത്തുഹ എന്നാണ് അവിടെ വേണ്ടത്. ഖരീബു മിനൻ നുഹൈരി. ഹബീബത്തു, ഹബീബ ആരാണ്? ത്വാലിബത്തുൻ, ഒരു വിദ്യാർത്ഥിനിയാണ്. ഹിയ, അവൾ. മാഹിറത്തുൻ, മാഹിറത്തുൻ എന്നുള്ളതിൻ്റെ അർത്ഥം സമർത്ഥയാണ് എന്നുള്ളതാണ്. അപ്പോൾ മാഹിറത്തുൻ, അവൾ എന്താണ്? ഹിയ, അവൾ. മാഹിറത്തുൻ, സമർത്ഥയാണ്. ബൈത്തുഹ, അവളുടെ വീട്. ഖരീബുൻ, അടുത്താണ്. മിനൻ നുഹൈരി, എന്തിൻ്റെ? തോടിൻ്റെ. അപ്പം നുഹൈർ എന്ന് പറഞ്ഞാൽ തോട് എന്നാണ് അർത്ഥം. ഇനി അഞ്ചാമത്തേത് അൽ ഔലാദു മാഹിറൂന. ആൺകുട്ടികൾ സമർത്ഥന്മാരാണ്. ഹും, അവർ. യദുറുസൂന ജയ്യിദൻ, നന്നായി പഠിക്കും. യദുറുസൂന എന്ന് പറഞ്ഞാൽ അവർ പഠിക്കും. എങ്ങനെ? ജയ്യിദൻ, നന്നായി. ഇനി അവസാനത്തത് അന, ഞാൻ. ദാരിസുൻ, വിദ്യാർത്ഥിയാണ്. കലമീ, എൻ്റെ പേന. ഫി സുന്ദൂഖി, ബോക്സിലാണ്. അപ്പോൾ അവിടെ സുന്ദൂഖ് എന്ന് പറഞ്ഞാൽ ബോക്സ്, ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നുള്ള അർത്ഥം. ഫി സുന്ദൂഖി, ബോക്സിലാണ്. ഇനി അടുത്തത് രണ്ടാമത്തത് നുക്കമ്മിലുൽ ജദ്വല. ആ കൊടുത്ത ബോക്സുകൾ എന്താക്കണം? പൂർത്തിയാക്കിയിട്ട് എഴുതാനാണ്. ഒന്നാമത്തത് നോക്കാം. ഹുവ, അവൻ. ഹുമാ, അവർ രണ്ടുപേർ. ഹും, അവർ കുറേ പേർ. ഹിയ, അവൾ. ഹുമാ, അവർ രണ്ട് സ്ത്രീകൾ. ഹുന്ന, അവർ കുറേ സ്ത്രീകൾ. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന. അതുപോലെ അത് ഒരു കിതാബിൻ്റെ രൂപത്തിൽ, അവൻ്റെ കിതാബ്, അവർ രണ്ടുപേരുടെ കിതാബ്, അതാണ് ഇനി എഴുതാനുള്ളത്. കിതാബുഹു, കിതാബുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ കിതാബ്. കിതാബുഹുമാ, അവർ രണ്ടുപേരുടെ കിതാബ്. കിതാബുഹും, അവർ കുറേ ആൺകുട്ടികളുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ കിതാബ്. ഇനി കിതാബുഹ, അവളുടെ കിതാബ്. ഇനി അവിടെ എഴുതാനുള്ളത് ഏതാണ്? കിതാബുഹുമാ, അവർ രണ്ട് പെൺകുട്ടികളുടെ കിതാബ്. ഇനി കിതാബുഹുന്ന, അവർ കുറേ സ്ത്രീകളുടെ കിതാബ് എന്ന് വരും. അപ്പോൾ അവിടെ കിതാബുഹുമ എന്നുള്ളതും കിതാബുഹുന്ന എന്നുള്ളതുമാണ് അവിടെ എഴുതി ചേർക്കാനുള്ളത്. ഇനി അടുത്തത് നുറത്തിബു. മൂന്നാമത്തെ ഭാഗം നുറത്തിബു, തർത്തീബാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞത്. 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ 4 കാര്യങ്ങളും ക്രമം തെറ്റിച്ചിട്ടാണ് അവിടെ കൊടുത്തത്. അത് നമ്മൾ ക്രമത്തിലാക്കിയിട്ട് എഴുതണം. ഹയാത്തു, അൽ ഇൽമു, അൽ ഇസ്ലാമി. അപ്പം അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാമി, അറിവ് ഇസ്ലാമിൻ്റെ ജീവനാണ് അല്ലേ? അതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തത് കിതാബു അൽ ഖുർആനു അലീമുൻ.
അപ്പം അത് നമ്മൾ പൂർത്തിയാക്കിയിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? അൽ ഖുർആനു കിതാബുൻ അലീമുൻ അല്ലേ? അതിൻ്റെ അർത്ഥം ഖുർആൻ മഹത്തായ ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. അൽ ഖുർആനു കിതാബുൻ അലീമുൻ, കിതാബ് മഹത്തമായിട്ടുള്ള ഗ്രന്ഥമാണ്. ഇനി മൂന്നാമത്തത് റാഇഉൽ ബൈത്തി ഫിനാഉൻ. അവിടെ കൊടുത്തത് എന്താണ്? റാഇഉൻ അൽ ബൈത്തി ഫിനാഉൻ എന്നുള്ളതാണ് കൊടുത്തത്. അപ്പോൾ അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ ഫിനാഉൽ ബൈത്തി റാഇഉൻ എന്ന് വരും. ഫിനാ മുറ്റം, അൽ ബൈത്തി വീടിൻ്റെ മുറ്റം, റാഇഉൻ വിശാലമാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നാലാമത്തെ ചോദ്യം അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വഅഫു അൻഹു വറഹംഹു. അങ്ങനെയാണ് കൊടുത്തത്. അപ്പം അത് പൂർത്തിയാക്കി എഴുതുമ്പോൾ ഇങ്ങനെ വരും അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വറഹംഹു വഅഫു അൻഹു എന്ന് വരും. ഇനി നാലാമത്തെ ഭാഗം നുതിമ്മു. എന്ത് ചെയ്യണം? അവിടെ 3ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഏതൊക്കെയാണ്? ഒന്ന് നജ്ജിനി മിൻ കുല്ലി ശർരിൻ വഅദാബിൻ വശഖാവ. അപ്പോൾ അവിടെ നമ്മൾ ഷഖാവ എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി രണ്ടാമത്തത് വഫിഖനി കുല്ല വഖ്തിൻ, അടുത്തതോ ലിസ്വലാത്തി വൽ ഗിബാദ. അപ്പോൾ അവിടെ ചേർക്കാനുള്ള ഏതാണ്? വൽ ഗിബാദ എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത് വഅഫിറൻ ലി കുല്ലി ദംബിൻ വൻസുറന്നി ഫിൽ ഖിയാമ. അപ്പോൾ അവിടെ ഫിൽ ഖിയാമ എന്നുള്ളത് എടുത്തെഴുതുക. ഇനി അടുത്ത ഭാഗം അഞ്ചാമത്തതാണ്. അഞ്ചാമത്തത് നുതർജിമു. അപ്പോൾ താഴെ കൊടുത്തത് നമ്മൾ എങ്ങനെ എഴുതണം? താഴെ കൊടുത്തതിൻ്റെ അറബി മലയാളത്തിൽ എഴുതണം. അതാണ് പറഞ്ഞത്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? അനീസത്തുൻ വശാക്കിറത്തുൻ ഉഖ്താനി ഹുമാ ദാരിസത്താനി. അപ്പം അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? അനീസയും ഷാക്കിറയും സഹോദരിമാരാണ്, അവർ രണ്ടുപേരും വിദ്യാർത്ഥിനികളാണ്. അനീസയും ഷാക്കിറയും സഹോദരിമാരാണ്, അവർ രണ്ടുപേരും വിദ്യാർത്ഥിനികളാണ്. അതാണ് അതിൻ്റെ അർത്ഥമായിട്ട് എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തത് ഫായിസുൻ ദാരിസുൻ ഹുവ മുജിദ്ദുൻ ബൈതുഹു ഫിൽ ഖറിയ. അപ്പം അതിൻ്റെ അർത്ഥം ഫായിസ് വിദ്യാർത്ഥിയാണ്, അവൻ പരിശ്രമിക്കുന്നവനാണ്, അവൻ്റെ വീട് ഗ്രാമത്തിലാണ്. അപ്പം അതാണ് രണ്ടാമത്തതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി അവസാനത്തെ ഭാഗം നുഗരിബു, അറബിയിലാക്കാനാണ്. വാച്ച് പുതിയതാണ്. വാച്ച് പുതിയതാണ് എന്നുള്ളതിൻ്റെ അറബി അവിടെ എഴുതി കൊടുക്കുക. എങ്ങനെയാണ് അറബി വരിക? അസ്സാഅത്തു ജദീദത്തുൻ എന്ന് വരും. അസ്സാഅത്തു വാച്ച്, ജദീദത്തുൻ പുതിയതാണ്. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.